ആമേൻ. സ്തോത്രം. കർത്താവിന് മഹത്വം. മെയ് മാസം 3-ാം തീയതി 2023 ബുധനാഴ്ച വൈകിട്ട് ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് ദൈവസനിൽ കൂടി വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ഇന്ന് രാത്രികാലം വചനം പഠിപ്പിക്കുന്ന കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് സിംജൻ ജേക്കബാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. നമ്മുടെ മധ്യത്തിൽ ഇന്ന് പാട്ട് പാടുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് പ്രിയ സിസ്റ്റർ ബിൻസി ജയനാണ്. പലപ്പോഴും ഈ ലൈനിൽ കടന്നു ശുശ്രൂഷിച്ചുള്ള പ്രിയമകളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കുടുംബത്തെ ഓർത്തുകൊണ്ട് സ്തുതിക്കുന്നു. ഈ സമയത്ത് പാട്ട് പാടുവാനായിട്ട് ദൈവസനിൽ ക്ഷണിച്ചോളുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശോധനയിൽ നാം തളരരുതേ, പരീക്ഷയിൽ നാം വാടരുതേ. പരിശോധനയിൽ നാം തളരരുതേ, പരീക്ഷയിൽ നാം വാടരുതേ. ഒറ്റയ്ക്കു നാഥൻ വിടുകയില്ല, കൈപ്പേറുന്ന ഈ യാത്രയതിൽ. ഒറ്റയ്ക്കു നാഥൻ വിടുകയില്ല, കൈപ്പേറുന്ന ഈ യാത്രയതിൽ. കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ. ബലഹീനമാകുന്ന നേരങ്ങളിൽ കൃപയാൽ നിറച്ചിടുമേ, ബലഹീനമാകുന്ന നേരങ്ങളിൽ കൃപയാൽ നിറച്ചിടുമേ. ആശ്വാസമായി മാറേണ്ടവർ പ്രതികൂലമായി മാറിയിടുമ്പോൾ, ആശ്വാസമായി മാറേണ്ടവർ പ്രതികൂലമായി മാറിയിടുമ്പോൾ, സർവാശ്വാസത്തിനുറവിടമാ യേശു നമ്മുടെ കൂടെയുണ്ട്. സർവാശ്വാസത്തിനുറവിടമാ യേശു നമ്മുടെ കൂടെയുണ്ട്. കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ. ബലഹീനമാകുന്ന നേരങ്ങളിൽ കൃപയാൽ നിറച്ചിടുമേ, ബലഹീനമാകുന്ന നേരങ്ങളിൽ കൃപയാൽ നിറച്ചിടുമേ. പരിശോധനയിൽ നാം തളരരുതേ, പരീക്ഷയിൽ നാം വാടരുതേ. ഒറ്റയ്ക്കു നാഥൻ വിടുകയില്ല, കൈപ്പേറുന്ന ഈ യാത്രയതിൽ. ഒറ്റയ്ക്കു നാഥൻ വിടുകയില്ല, കൈപ്പേറുന്ന ഈ യാത്രയതിൽ. രോഗങ്ങളാൽ നീ വലഞ്ഞിടുമ്പോൾ രോഗിക്കു നല്ല വൈദ്യനവൻ. രോഗങ്ങളാൽ നീ വലഞ്ഞിടുമ്പോൾ രോഗിക്കു നല്ല വൈദ്യനവൻ. തന്നിടത്താൽ നമ്മെ സൗഖ്യമാക്കി ജയത്തോടെ എന്നും നടത്തുമവൻ. തന്നിടത്താൽ നമ്മെ സൗഖ്യമാക്കി ജയത്തോടെ എന്നും നടത്തുമവൻ. കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ. ബലഹീനമാകുന്ന നേരങ്ങളിൽ കൃപയാൽ നിറച്ചിടുമേ, ബലഹീനമാകുന്ന നേരങ്ങളിൽ കൃപയാൽ നിറച്ചിടുമേ. പരിശോധനയിൽ നാം തളരരുതേ, പരീക്ഷയിൽ നാം വാടരുതേ. പരിശോധനയിൽ നാം തളരരുതേ, പരീക്ഷയിൽ നാം
ഒറ്റയ്ക്കു നാഥൻ വിടുകയില്ല, കൈപ്പേറുന്ന ഈ യാത്രയതിൽ. ഒറ്റയ്ക്കു നാഥൻ വിടുകയില്ല, കൈപ്പേറുന്ന ഈ യാത്രയതിൽ. കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ, കൃപയാൽ നിറച്ചിടുമേ. ബലഹീനമാകുന്ന നേരങ്ങളിൽ കൃപയാൽ നിറച്ചിടുമേ, ബലഹീനമാകുന്ന നേരങ്ങളിൽ കൃപയാൽ നിറച്ചിടുമേ, ബലഹീനമാകുന്ന നേരങ്ങളിൽ കൃപയാൽ നിറച്ചിടുമേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം കേൾക്കുവാൻ തക്കവണ്ണം തീർന്നുവല്ലോ. പാട്ട് പാടുവാൻ തക്കവണ്ണം പ്രിയ സിസ്റ്റർ വിൻസിയെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും പ്രത്യേകം കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവരുടെ മാതാപിതാക്കൾ 4 പേരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ ജയനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇരുവരുടെയും ജോലിയിൽ കർത്താവിന് അനുഗ്രഹവും സമൃദ്ധിയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം നമുക്ക് വചനശുശ്രൂഷ, വചനം കർത്താവിന്റെ ദാസൻ വചനവുമായി നമ്മുടെ മധ്യത്തിൽ കടന്നു വരുന്നതിന് മുൻപായി നമുക്ക് ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ലൈനിലായിരിക്കുന്ന ആർക്കെങ്കിലും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഇവാഞ്ചലിസ്റ്റ് സിംജനെ ഓർത്തുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ന് പാട്ടുപാടിയ പ്രിയമകളെയും കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസന്റെ വൈഫ് പ്രിയ സഹോദരി ക്രിസ്റ്റി ഓർത്തുകൊണ്ട് അവരുടെ മക്കളുമാർ 2 പേര് സിമിയോൻ റെബേക്ക, അദ്ദേഹം ചെയ്യുന്ന ശുശ്രൂഷകളെ ഒക്കെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് രാത്രികാലം ലൈനിൽ കടന്നു വന്നിരിക്കുന്ന ഇനിയും കടന്നു വരേണ്ട പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാവരും തക്ക സമയത്ത് കടന്നു വന്ന ലൈനിൽ തടസ്സങ്ങളൊന്നും കൂടാതെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ തക്കോണം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു ദിവസമായി ഇന്ന് രാത്രികാലമായിരിക്കട്ടെ. അല്പസമയം നാം ശാന്തമായ അന്തരീക്ഷത്തിൽ നമ്മുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ, എൻ്റെ കുടുംബത്തോട് സംസാരിക്കണമേ, എൻ്റെ ജീവിതത്തിന് ആവശ്യമായ ആത്മീക വർധനവിന് കാരണമാകത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം ക്രിയ ചെയ്യണമേ. വചനം അത് പ്രവർത്തിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. അതിന്റെ പ്രവൃത്തി ദൈവം കർത്താവ് അയക്കുന്നതായ വചനം അത് എത്തേണ്ട സ്ഥാനത്ത് എത്തി അതിന്റെ പ്രവൃത്തി തീർത്തതിന് ശേഷം മാത്രമേ അത് മടങ്ങി വരികയുള്ളൂ. ആകയാൽ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കും. ആരെങ്കിലും ഒരാൾ ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ദൈവദാസനെ ഓർത്തുകൊണ്ട് ചുരുക്കമായി പ്രാർത്ഥിപ്പാൻ അപേക്ഷിക്കുന്നു. സ്തോത്രത്തോടുത്ത പാതോടത്തോട് നന്ദിയുള്ള ഹൃദയത്തോടെ അടുത്ത് സന്ധ്യാസമയം പ്രളയൻ കുടുംബമായ കർത്താവെ ഏഴെ സഹായിച്ചനായി ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ നല്ലൊരു പലക്കാലം ദൃഷ്ടി വെച്ചാലോചന പറഞ്ഞ അപ്പച്ച കരം പിടിച്ച് കർത്താപ്പച്ച ഞങ്ങളെല്ലാവരെയും സൂക്ഷിച്ച വൻകുകൾക്കായി കർത്താവിന് സർവമാന മഹത്വം പോയിച്ച് അപ്പച്ച ഞങ്ങൾ അർപ്പിക്കുന്ന പാസ്തോത്രം കർത്താവെ ഇത്രത്തോളം ഹവ സഹായിച്ചു കർത്താവിന് നന്ദി പറയുന്ന പാസ്തോത്രം. ഈ സമയം പ്രളയനിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. ഇനിയും കടന്നവരുള്ളവരെ എത്രയും കൂട്ടിയെത്തി മറണമെന്ന് പ്രാർത്ഥന നമുക്ക് ഒരുമിച്ചുള്ള കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമാക്കി രാത്രിക്കാലം തീർക്കുമറണമേ കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടിൻ ദാസി കർത്താവെ വിൻസിൽ കൂടി ഞങ്ങളെ കൽപ്പിച്ചനായ സ്തോത്രം. കുടുംബാവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. തുടർന്നും കർത്താവിന് വേണ്ടി പാടുവാൻ ദാസിയെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ച് സഹായിക്കണമേ കർത്താവയുടെ പൈതങ്ങളെ. ദൈവമേ പ്രിയപ്പെട്ട എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കടന്നു വരുന്ന ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പച്ച ദൈവമേ സംരംഭത്തോട്ട് പ്രാർത്ഥിക്കുന്നു. ദാസിനെ സഹായിച്ചാട്ടോ കർത്താവെ. ദാസിക്കായി ക്രിസ്തിക്കായി സ്തോത്രം. പൈതങ്ങളെ രണ്ടുപേരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇത്രത്തോളം കർത്താവെ സഹായിച്ച് കർത്താവെ ഇത്രത്തോളം അനുഗ്രഹിച്ച് ഇത്രത്തോളം കൊണ്ടുവന്ന് ഇത്രത്തോളം വഴി നടത്തി അപ്പച്ചൻ ചെയ്ത എല്ലാവർക്കുമായി സ്തോത്രയുടെ കഷ്ടതയെ ഭാരവും പ്രയാസവും രോഗ ദുഃഖം ഒക്കെ അപ്പച്ച ഇത്രത്തോളം വിടുവിച്ച ദൈവത്തിന്റെ കരുത്തിനായി സ്തോത്രം. ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. രാത്രികാലം ദാസൻ കർത്താവ് വചനം ഘോഷിക്കുമ്പോൾ തന്നെ കർത്താവെ ഹാലല്യ ശരീരത്തിൽ ആമേൻ സ്തോത്രം വരുവാനുള്ള സൗഖ്യം കർത്താരോഗ്യം വരെ അവിടുന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ സ്തോത്രം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ നൽകുമ്പോൾ ശബ്ദം കേൾപ്പിച്ച് കർത്താവെ കരം പിടിച്ച് വഴിനിർത്തുമ്പോഴാണ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ വേല കർത്താവെ ദാസനും കുടുംബം ഒരുമിച്ച് ചെയ്യുവാൻ കർത്താൻ മക്കളെ ശക്തി വെച്ച് ബലപ്പെടുത്തിക്കൊണ്ടുമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചാട്ടോ അവർക്ക് നല്ല ഭാവി കൊടുത്ത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി മാതാക്കളോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യാൻ പൈതങ്ങളെയും കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥനയോടുപെടുന്ന കാര്യങ്ങൾ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനും കുടുംബമായി ചെയ്യുന്ന എല്ലാ ദൈവിക ശുശ്രൂഷയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. ആക്കിയിരിക്കുന്ന ദേശത്ത് പോകുന്ന സ്ഥാനങ്ങളിലൊക്കെയും കർത്താവിന്റെ മഹത്വമുള്ള വേല ശക്തമായി ചെയ്യുവാൻ ദിവസങ്ങളിൽ വചനത്തിൽ കൂടി കർത്താവെ പരിശുദ്ധാത്മാവ് സഹായിച്ച് വഴിനിർത്തുന്ന രക്തക്കോട്ടകളിൽ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ദാസനെ ആയുസ് ആരോഗ്യത്തെ ബലപ്പെടുത്തണമെന്ന് എത്രക്കാലമുള്ള വചന ശുശ്രൂഷ ലൈനിലും കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കി എത്തിരിക്കാൻ സ്തോത്രം കേൾക്കുന്ന വചനം കർത്താവിന്റെ ദാസന്റെ നാവിന്റെ പരിശുദ്ധാത്മാ അഭിഷേകത്തോടെ
കർത്താവ് വചനം പകർന്നു കൊടുത്തിരിക്കുക. കർത്താവ് വചന സോഷ്യൽ തന്നെ കർത്താവ് ഇല്ലായിക്ക് എല്ലാവരും ദൈവമേ വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് വചനത്തിൽ കർത്താവിലുള്ള അനുഗ്രഹം ഞങ്ങൾ എല്ലാവരും കർത്താവ് അനുഭവിക്കാൻ കർത്താവ് രാത്രികാലം അപ്പച്ചന്റെ കരങ്ങളിലേക്ക് കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ദാസനെ ക്രൂശിൽ മറിഞ്ഞ് മാറ്റമില്ലാത്ത വചനം അതിശക്തമായി ഘോഷിപ്പാൻ, ഹല്ലിൽ എന്റെ പുള്ളിക്കോ മാറ്റമില്ലാത്ത വചനം കർത്താവെ ശക്തിയോടെ ഘോഷിപ്പാൻ, തേനിലും തേൻകട്ടയിലും അതിനുമേറെ ജീവന്റെ വചനം കർത്താവെ ഹല്ലിൽ രാത്രികാലം ഏതൊക്കെ പറഞ്ഞു വരുമ്പോൾ കർത്താവെ ഹല്ലിയ പരിശുദ്ധർമാവെ എല്ലാവരെയും സഹായിക്കുന്ന വചനത്തിൽ കൂടി കർത്താവ് വിടലും അനുഭവിക്കട്ടപ്പ. ആമേ സ്തോത്രം. ജീവനുള്ള ദേശത്ത് ജീവനുള്ള സാക്ഷികളാക്കിയ വചനത്തിൽ കൂടി കർത്താവെ ഞങ്ങൾ എല്ലാവരും നയിച്ച് കർത്താവെ അപ്പന്റെ വരവിന് വേണ്ടി ഒരുക്കി എടുക്കണമേ. കുറവുകളും കുറ്റങ്ങളും അപ്പച്ച രാത്രികാലം ഒന്നുകൂടെ കഴുകി ശുദ്ധീകരിച്ച് അപ്പച്ചന്റെ സ്വന്തയിൽ പളക്കുമ്പോൾ നാട്ടെ എന്ന് പ്രാർത്ഥന ദാസനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രാത്രികാലം ആരെങ്കിലും ഭാരത്തിലും പ്രയാസത്തിലും രോഗത്തിലും ദുഃഖത്തിലും കർത്താവെ ഏതെങ്കിലും വിഷയത്തിൽ കർത്താവെ കർത്താവെ ഹൃദയം നുറങ്ങി കർത്താവിന്റെ പാതകൂടത്തിൽ അയക്കുന്നെങ്കിൽ അപ്പച്ച അതിന്റെ സോഷ്യൽ തന്നെ അതിന് വിടൽ കർത്താപ്പച്ച സ്വന്തം ദേഹിതം പോലെ വഴി നിർത്തണമെന്ന് കർത്താവ് വിടൽ കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ഹല്ലേലൂയ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹായിച്ചാട്ട്. ലോകപാട് കഷ്ടതയും ഭാരവും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്ന അനേകരുണ്ട്. അവർക്ക് എല്ലാ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കും. എല്ലാവരെയും സഹായിച്ച് കർത്താവിന്റെ കരങ്ങൾ കർത്താവ് എടുത്ത് കർത്താവിന്റെ ഹിതം പോലെ നടത്തുമറണമെന്ന് പ്രാർത്ഥി രാജ്യത്തെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. സ്തോത്രം ലീഡന്റെ ദാസനായ സ്തോത്രം സാജന വിജയം കർത്താവ് സ്തോത്രം മമ്മിക്കായ സ്തോത്രം സന്യാസി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവരെ അനുഗ്രഹിച്ചാട്ടെ, എല്ലാവരും നിറച്ചാട്ടെ കുടുംബമായി സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. വരവിനാക്കി പ്രത്യാശ നയിച്ചാട്ടെ കർത്താവ്. വചനം കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹത്തോടെ അയക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് ഈ രാത്രിക്കാൽ സംസാരിക്കണമേ കർത്താവ്. അനുഗ്രഹത്തോടെ മടക്കി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വമാനവ നാമത്തെ ഞങ്ങൾ ചോദിക്കുന്നുണ്ടായി കേൾക്കണേ പുണ്യപിതാവേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിന്റെ ദാസിയെ പ്രാർത്ഥിപ്പാൻ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. കുടുംബമായ ദൈവമായ കർത്താവരെ അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് അല്പസമയം കൂടെ പ്രാർത്ഥിക്കാം. ദാസൻ ഇവാഞ്ചലിസ്റ്റ് സിന്ധിന് ഇതുവരെയും ലൈനിൽ ജോയിൻ ചെയ്തിട്ടില്ല. താൻ ജോലിയുള്ള ബന്ധത്തിലാണ്. അതിനുശേഷം യാത്രയിലൊക്കെയാണ് ചിലപ്പോൾ ലൈനിൽ കയറി വചനം സൂക്ഷിക്കുന്നത്. ഞാൻ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരാൾ കൂടി ലൈനിലുള്ള ആർക്കെങ്കിലും ഒരാൾ കൂടി ദൈവദാസനെയും കുടുംബത്തെയും പ്രത്യേകിച്ച് നാം ലൈനിലുള്ള ഓരോ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ പ്രത്യേകം സുവിശേഷ പ്രവർത്തനങ്ങളുമായിട്ട് നാം ഡൗണിലൊക്കെ പോകുമ്പം പല പ്രിയപ്പെട്ടവരും പല പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് നടന്ന ഗ്രോസറി ഡിസ്ട്രിബ്യൂഷൻ IPC ബ്രോണിൽ നടന്നതായ ശുശ്രൂഷ വളരെ അനുഗ്രഹമായിരുന്നു. ഒരു പ്രിയ സഹോദരി ഇന്നലെ വൈകിട്ട് രക്ഷിക്കപ്പെടുവാൻ തൊക്കെ ഉണ്ടായിത്തീർന്ന കണ്ണുനീരോടുകൂടി സുവിശേഷം പ്രിയപ്പെട്ടവരൊക്കെയും അത് ആ പ്രിയ സഹോദരിയോട് പറഞ്ഞപ്പോൾ അത് ഏറ്റു പറയുവാനും അത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണുവാൻ തൊക്കെ ഉണ്ടായിത്തീർന്നു. അതുപോലെ തന്നെ പല പ്രിയപ്പെട്ടവരും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയ ഒരു കെൻ എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസത്തോളം അദ്ദേഹം കടന്നു വരികയും ഗ്രോസറി വാങ്ങിച്ചുകൊണ്ട് പോവുകയും ആ സമയത്ത് ഞങ്ങളോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുമായിരുന്നു. അദ്ദേഹത്തിന് സ്റ്റൊമക് ക്യാൻസർ ആയിരുന്നു. എന്നാൽ ഇന്നലെ കണ്ടപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായിത്തീർന്നു, ഐ ആം ക്യാൻസർ ഫ്രീ സിൻസ് യു ഗൈസ് സ്റ്റാർട്ടഡ് പ്രേയിങ് ഫോർ മീ. I am feeling better and I went and talked to see my doctor and then doctor told me that I don't have cancer anymore. വളരെ സന്തോഷത്തോടെയാണ് ആ പ്രിയപ്പെട്ടവൻ അത്രയും കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. ദൈവം തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അദ്ദേഹത്തിന്റെ പേര് കെൻ എന്നാണ്. ആ പ്രിയപ്പെട്ടവരൊക്കെ ഓർത്തുകൊണ്ട് ഇന്നലെ രക്ഷിക്കപ്പെട്ട സഹോദരിയെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഒരാൾ കൂടെ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ദൈവം ചെയ്ത നന്മകൾക്കായി നന്ദി പറയുന്ന കർത്താവേ, സ്തുതിയോടെ സ്തോത്രത്തോടെ ഞങ്ങൾ ഈ സന്ധ്യാസമയം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവേ, ദൈവമേ ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവത്തിന്റെ വചനത്തിന്റെ പഠനത്തോട് ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവമേ സ്തോത്രം. കർത്താവേ, ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട് കർത്താവേ, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കർത്താവിന്റെ നാമത്തിൽ കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ജയിലറയിലായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ കർത്താവേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ പ്രയർ റിക്വസ്റ്റ് അയച്ചിരിക്കുന്ന പാസ്റ്റർ വിജു ജോസഫിന്റെ മദർ ഹോസ്പിറ്റൽ മൈനർ സ്ട്രോക്കാൽ അഡ്മിറ്റ് ആണെന്ന് ആ ദൈവദാസൻ തന്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രിയ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനം അയച്ച്
ആ പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും കർത്താവ് അറിയുന്നല്ലോ. സ്വർഗമില്ലവരുടെ ഹൃദയത്തിന്റെ നെടുവീർപ്പുകൾ അറിഞ്ഞ് കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പ്രിയ ബിൻസിക്ക് പാടുവാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം. എന്റെ ദൈവത്തെ പോലെ വേറെ ഒരു ദൈവമില്ല. എന്റെ ദൈവം സർവശക്തൻ, എന്റെ ദൈവം മതിയായവനാകിയ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ജയന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നെയ്ത്തനെയും കർത്താവെ നിന്നെ അനുഗ്രഹിച്ച് ജയനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവയുടെ അനിലങ്കളിനെ എലിസബത്താൻറ്റിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കുഞ്ഞാനായി സ്തോത്രം ചെയ്യുന്നു. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയിലായിരിക്കുന്ന പൂനെയിലായിരിക്കുന്ന പ്രിയ സഹോദരിയെയും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ കടന്നു വന്ന് അനേക വിഷയങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയ ലിലിക്കുട്ടി ആന്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ആന്റിക്ക് കൊടുത്ത ആയുസിനായി സ്തോത്രം, ആരോഗ്യത്തിനായി സ്തോത്രം. കേൾപ്പിച്ച നല്ല പ്രൈസ് റിപ്പോർട്ടുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് പ്രിയദാസിനെ ആന്റിയെ കർത്താവ് ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം വീണ്ടും സൂക്ഷിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പ്രാശ്വസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസൻ വചനമായി കടന്നു വരാൻ ദൈവം ബദ്ധപ്പാണ്ടെടുക്കലാന്നേലും കർത്താവ് കടന്നു വന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത്രയും വേഗം കടന്നു വന്ന് കർത്താവെ അഭിഷേകത്തോടെ അധികാരത്തോടെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാൻ ദൈവദാസിനെ കർത്താവ് സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അത് ഞങ്ങൾ കേൾക്കുന്നവർക്കെല്ലാം അനുഗ്രഹം വിടുതലുമായിരിക്കാൻ ദൈവം സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ കർത്താവ് എല്ലാ പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നു, ദൈവദാസന്മാരെ അനുഗ്രഹിക്കുന്നു, ദൈവസഭകളെ അനുഗ്രഹിക്കുന്നു. ഇന്നലെ ഫുഡ് ഡ്രൈവിൽ കർത്താവ് രക്ഷിക്കപ്പെട്ട ആ പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കൊരു വീട് ആവശ്യമാണെന്ന് പറഞ്ഞല്ലോ. ദൈവം നൽവഴികളെ അവർക്ക് വേണ്ടി തുറന്ന് സഹായിക്കണമേ. അക്കേന്റിന് കർത്താവ് കൊടുത്ത ആശ്വാസത്തിനും വിടുതലിനുമായി നന്ദി പറയുന്നു. കർത്താവ് പൂർണ്ണ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കാക്കണമേ. അങ്ങനെ പലരും വന്ന കർത്താവ് പ്രയർ റിക്വസ്റ്റ് പറഞ്ഞല്ലോ. ജോലി ആവശ്യമായിരിക്കുന്നവരുണ്ട് കർത്താവ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. സാൽവേഷൻ കുടുംബ ജീവിതങ്ങൾ കർത്താവ് സാൽവേഷൻ അനുഭവിക്കേണ്ടവരുണ്ട് കർത്താവ്. അവരെല്ലാ പ്രാർത്ഥനാ വിഷയം കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ടല്ലോ. അങ്ങനെ പല പ്രിയപ്പെട്ടവരും കിടന്ന പ്രാർത്ഥന വിഷയം പറഞ്ഞു ദൈവത്തോട് പറഞ്ഞ ദൈവസന്നിധിയിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. വലിയ വിടുതൽ കാണുവാൻ അടുത്ത മാസം അവരെ കാണുമ്പോൾ വലിയ കർത്താവ് വലിയ ചെയ്തെന്ന് കേൾക്കുവാൻ ദൈവമേ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഞങ്ങളെ എത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. വീണ്ടും നിന്റെ പാദപീഠത്തിലിരിക്കുന്നു. ദൈവ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഞങ്ങളെ തലമുറയും കർത്താവ് അനുഗ്രഹിച്ചു വഴി നടത്തണമേ. ദൃഷ്ടി വെച്ച് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരണമേ. കർത്താവ് നാളെ നാഷണൽ ഡേ ഓഫ് പ്രയർ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണല്ലോ. അമേരിക്കയിലെ 50 സ്റ്റേറ്റിലും പ്രാർത്ഥന ഉയരുവാൻ ദൈവമേ. ഹല്ലേലൂയ. ദ ഫെർവന്റ് എഫക്റ്റീവ് പ്രയർ. ഹല്ലേലൂയ. വെയിലത്ത് മച്ച്. ഹല്ലേലൂയ. കർത്താവേ സ്തോത്ര. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാൻ ജനത്തെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടും കർത്താവിന്റെ വലിയ ഉണർവിന്റെ കാറ്റ് വീശണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സകല മാനവമാത്ത പുകഴ്ചയും അങ്ങേക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും നമ്മുടെ വിചാരങ്ങളെയും ഒക്കെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. രാത്രികാലം ഹല്ലേലൂയ. സ്തോത്രം. ആ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇരമ്യാവിനോട് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ, ആകയാൽ നീ അരകെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്കുക. ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതിരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഇരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന് 17-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പ് തൂണും താമ്ര മതിലുകളും ആക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാനും നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ ഹല്ലേലൂയ. സ്തോത്രം. പല വിധത്തിൽ ദൈവത്തിന്റെ മക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോഴൊക്കെയും
കഴിയും. അത് ഹല്ലേലൂയ സ്തോത്രം നമ്മോട് സംസാരിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം ആ വചനം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം വചനത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേകാൽ ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും നാം നിസ്സാരമായ കാര്യങ്ങളുടെ മുഖത്ത് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം അങ്ങനെയൊന്നും എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശയിലേക്ക് പോകുന്ന അനുഭവം നമുക്കറിയാം. ഹല്ലേലൂയ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനിൽ കൂടി നാം കേട്ടതുപോലെ ഹല്ലേലൂയ സ്തോത്രം ഏലിയാവിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു ഇസബേലിന്റെ ഒരു വാക്ക് കേട്ടിട്ട് ഹല്ലേലൂയ നിരാശപ്പെട്ട് തലകുനിച്ചിരുന്ന് ഹല്ലേലൂയ സ്തോത്രം ഇനി ഞാൻ ഹല്ലേലൂയ സ്തോത്രം അതെ മരിക്കുകയുള്ളൂ എന്ന് എന്നെ കൊണ്ട് ഇനി ഒന്നും കഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് കടന്നു പോകുന്ന ഏലിയാവിനെ നാം അവിടെ കാണുന്നു. എന്നാൽ ഏലിയാവിന്റെ ജീവിതത്തിൽ അവനെ കൊണ്ട് ദൈവം പ്രവർത്തിപ്പാനുള്ള ഒരു വലിയ പ്രവൃത്തിക്കായിട്ട് അവനെ ഒരുക്കുകയായിരുന്നു എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആകയാൽ നീ അരകട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്കുക. ഹല്ലേലൂയ. ദൈവം ഒരു വാഗ്ദാനം ഒരു 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 ഡയറക്ഷൻ നമുക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ചില പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ ഓരോ കാലോച്ചൂടുകൾ മുമ്പോട്ട് വെക്കുമ്പോൾ കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പല വിധത്തിൽ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും നാം വചനം എടുക്കുമ്പോൾ അത് നമ്മോട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഈ പ്രയർ ലൈനിലുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതിരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിലുള്ള ശക്തികളെ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സുഹൃത്തുക്കളെ നാം ഇടപെടുമ്പോൾ നമ്മെ ഹല്ലേലൂയ ഗൗനിക്കാതിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടായിരിക്കാം. അവരെയൊന്നും കണ്ട് നാം ഭ്രമിച്ചു പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും ഹല്ലേലൂയ നേരെ ഉറപ്പുള്ള ഒരു പട്ടണം ഹല്ലേലൂയ ഇരുമ്പ് തൂണ് താമ്ര മതിൽ ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതേ ഈ അധ്യായത്തിന്റെ അതേ 9-ാമത്തെ വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. യിരെമ്യാവിനെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു വേർതിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവിടെ പറയുന്നുണ്ട് ഒരു കാര്യം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ജനനത്തിന് മുമ്പ് തന്നെ അറിഞ്ഞവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കർത്താവിന് ഹല്ലേലൂയ വ്യക്തമായ അറിവുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിർണയപ്രകാരമല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. രാത്രികാലം അത് മനസ്സിലാക്കി നാം ഓരോരുത്തരും അത് മനസ്സിലാക്കിയെങ്കിൽ എത്ര നന്നായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി യിരെമ്യാവിനെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യിരെമ്യാവിനോട് ദൈവത്തിന്റെ വിളി ദൈവത്തിന് വേണ്ടിയുള്ള അവന്റെ വിളി അവനോട് പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഇതൊന്നും കേട്ടിട്ട് യിരെമ്യാവിന് അങ്ങോട്ട് ബോധ്യമാകുന്നില്ല. യിരെമ്യാവ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. നമ്മെപ്പോലെ തന്നെ ആണല്ലോ പലപ്പോഴും നാമും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. കർത്താവേ, എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ, എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവസനയിൽ അതെ താൻ ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുവാനാണ് ശ്രമിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്നാലൊരു കാര്യം നാം മനസ്സിലാക്കണം. യിരെമ്യാവിനെ കൊണ്ട് ദൈവം ചെയ്തതായ ദൈവത്തിൻ്റെതായ ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം വിളിച്ചതായ ആ യിരെമ്യാവിൽ കൂടി ദൈവം എന്തെല്ലാം ചെയ്യുവാൻ പോകുന്നു എന്നുള്ള വ്യക്തമായ മുന്നറിവ് ഹല്ലേലൂയ സ്തോത്രം തിരിച്ചറിവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഉണ്ടായിരുന്നുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അവനെക്കുറിച്ചുള്ള വെളിപ്പാട് ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണല്ലോ അങ്ങനെ തന്നെ യിരെമ്യാവിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. 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 അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഞാനൊരു ചെറുബാലനാണ്, എനിക്ക് സംസാരിക്കുവാൻ അറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നിനക്ക് മാറി നിൽപ്പാൻ കഴിയുകയില്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യിരെമ്യാവിൽ കൂടി സംസാരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇന്നിപ്പോൾ ഈ ഒരു വചനം എൻ്റെ മുമ്പിൽ വന്ന് ഞാൻ രണ്ടാമത്തെ സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രിയ എവാഞ്ചലിസ്റ്റ് സിഞ്ചനെ വിളിച്ചു. എന്നാൽ അദ്ദേഹം ആൻസർ ചെയ്തില്ല. സാധാരണ ഒരിക്കലും അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതല്ല.
വളരെ പ്രോംപ്റ്റ് ആയിട്ട് തക്ക സമയത്ത് അദ്ദേഹം ലൈനിൽ കടന്നു വരുന്നതാണ്. ഇന്ന് രാവിലെയും ഞാൻ ടെക്സ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം വൈകിട്ട് കൃത്യം 10:15 ലൈനിൽ കയറും എന്ന് എന്നോട് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇന്ന് ഞാൻ വിളിച്ചിട്ടും ടെക്സ്റ്റ് ചെയ്തിട്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വചനം പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ബോധ്യപ്പെടുത്തിയുകൊണ്ടാണ്. ഒരു പക്ഷെങ്കിൽ ഈ ലൈനിലുള്ള ആരോടെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന വചനമാണ്, അല്ലെങ്കിൽ എന്നോട് തന്നെ ഞാൻ അത് ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം. നാം ദൈവസനയിൽ കർത്താവിന്റെ ദാസൻ ഇനിയും കടന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാനില്ല എങ്കിൽ നമുക്ക് അല്പസമയം കൂടെ മുമ്പിലുണ്ടല്ലോ. നമുക്ക് ലൈനിലുള്ള പ്രിയപ്പെട്ടവർക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ സെഷൻ നട്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം വന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അല്പസമയമെങ്കിലും അദ്ദേഹത്തിന് സാവകാശം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം വരും എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അതേ സ്തോത്രം. അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നീ അവരെ ഭയപ്പെടരുത്, ധൈര്യത്തിനു വേണ്ടി ഹല്ലേലൂയ സ്തോത്രം. അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യിരെമ്യാവിനെ ധൈര്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ സ്തോത്രം. അതേ നമ്മെ വിളിച്ച് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വേർതിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവാണ്. ഇന്നലെ വൈകിട്ട് ഹല്ലേലൂയ സ്തോത്രം അതേ ദൈവത്തിന്റെ ദാസൻ നമ്മുടെ പാസ്റ്റർ ജോൺ വർഗീസ് ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുത്തവരാണ് നിങ്ങൾ മിക്കവരും എന്ന് ഞാൻ കരുതുന്നു. ഇന്നലെ വൈകിട്ടത്തെ വചന ശുശ്രൂഷയിൽ അതേ ദൈവദാസൻ നമ്മെ ഓർമ്മിപ്പിച്ച വചനങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അതേ ദൈവത്തിന്റെ അതേ വാഗ്ദാനം അതേ യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ നിന്നാണ് കർത്താവിന്റെ ദാസൻ ഇന്നലെ നമ്മോട് സംസാരിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. അതിന് 36-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അതിന്റെ 9-ാമത്തെ വാക്യം 36-9, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ വാക്കാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത് ബിഹോൾഡ് ഐ ആം ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ്, ഞാൻ നിങ്ങളുടേതാണ്, ഞാൻ നിങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിനോട് ബന്ധപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ദാസൻ നമ്മെ ഓർമ്മിപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതത്തിലും യാക്കോബിന്റെ ജീവിതത്തിലും യോസേപ്പിന്റെ ജീവിതത്തിലും ദൈവം അവരോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചതായ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി. ഹല്ലേലൂയ. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അത് ഇസ്രായേൽ ജനത്തിന്റെ ഹല്ലേലൂയ വലിയൊരു ഹല്ലേലൂയ സ്തോത്രത്തെ അവർ തെറ്റിപ്പോയതായ സമയത്ത് അവരെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയെങ്കിലും നാം പഠിച്ചാണ് ഏകദേശം 2000 വർഷത്തോളം 93-ലധികം രാജ്യങ്ങൾ അവർ ചിഹ്നിച്ചേറി കിടന്നിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ വാഗ്ദാനം, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനം അവർക്ക് ദൈവം നൽകി. ഹല്ലേലൂയ സ്തോത്രം. അവര് ഹല്ലേലൂയ ഓരോ കാലഘട്ടത്തിലായിട്ട് 2017 മുതലാണ് ദൈവദാസൻ പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. 17 മുതൽ 1917 മുതൽ 1948 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം. 48-ലാണല്ലോ ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം ആ കാലഘട്ടം 17 മുതൽ ആരംഭിച്ചതാണ് മടങ്ങി വരവ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ അവസാനമായി ഈ 93 രാജ്യങ്ങളിൽ നിന്നുള്ള യഹൂദന്മാരെ വിളിച്ച് അവരെ മടക്കി ഇസ്രായേലിൽ കൊണ്ടുവന്ന് അവർക്ക് ദൈവം വാഗ്ദാനം കൊടുത്തതായ ദേശത്ത് അവരെ മടക്കി വരുത്തി. ഹല്ലേലൂയ സ്തോത്രം. അതിനോട് ബന്ധപ്പെട്ടാണ് നാം ഈ വചനം ഇന്നലെ പഠിച്ചത്. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ബിഹോൾഡ് ഐ ആം ഫോർ യു. ബിഹോൾഡ് ഐ ആം ഫോർ യു. ഹല്ലേലൂയ സ്തോത്രം. ജെനസിസ് 21-ന്റെ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ, നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം എന്ന് ഹല്ലേലൂയ സ്തോത്രം അബ്രഹാമിനോട് പറയുന്ന ദൈവം, നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട്
കൂടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ശത്രുക്കൾ പോലും അങ്ങനെ പറയത്തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം അതേ ദൈവം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഓ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ജെനസിസ് 26:28 നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. അത് സ്പഷ്ടമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ സ്തോത്രം അബ്രഹാമിനോടും യാക്കോബിനോടും ഹല്ലേലൂയ സ്തോത്രം യോസേപ്പിനോടും കൂടെ ഇരുന്നതായ ആ പ്രവൃത്തി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. 28:15 നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യാക്കോബിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്ന്. അത് ഫറവോന് പോലും അത് മനസ്സിലാകത്തക്കവണ്ണം ഹല്ലേലൂയ അത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ യോസേപ്പിന്റെ ജീവിതത്തിലും അതിന് 39-ാം അധ്യായത്തില് ദേവദാസൻ ഇന്നലെ ഓർമ്മിപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ യജമാനന് പോലും അത് അറിയത്തക്കവണ്ണം അത് ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് അത് ബോധ്യമാകത്തക്കവണ്ണം അത് വെളിപ്പെട്ടു വന്നു. അത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക്, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവർക്ക് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം അതെ വെളിപ്പെട്ട് വരത്തക്കവണ്ണം ദൈവം ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമുക്ക് ഇന്നലെ ദൈവദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതെ, ലോർഡ് ഈസ് for my family, Lord is for my health, Lord is for my generation, oh Lord is for everything in my life. Hallelujah. രാത്രികാലം നമുക്ക് അങ്ങനെ ഒന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. അതെ, ഇവിടെ നാം വായിച്ചുള്ള യിരെമ്യാവിന്റെ പുസ്തകത്തില് ഹല്ലേലൂയ സ്തോത്രം, ഞാൻ നിന്നോട് അതിന്റെ 8-ാമത്തെ വാക്യത്തില് നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ ഹല്ലേലൂയ സ്തോത്രം, നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ നമ്മോട് കൂടെയുള്ള കർത്താവ്, ഹല്ലേലൂയ സ്തോത്രം. അതെ, നാമെ ഒരു പ്രവൃത്തിക്കായിട്ട്, ഒരു ശുശ്രൂഷക്കായിട്ട് കർത്താവ് ആക്കി വെക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മെ വെറുതെ അങ്ങ് വിടത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നമ്മോട് കൂടെ ഇരുന്ന് ഹല്ലേലൂയ സ്തോത്രം നാം പ്രവർത്തിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയമുള്ളവരെ, രാത്രികാലം നമുക്കത് ഏറ്റെടുക്കാം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ കർത്താവ് യിരെമ്യാവിനോട് കൂടെ ഉണ്ട് എന്നുള്ള പ്രവൃത്തി തന്റെ വാഗ്ദാനത്തിന്റെ നിവൃത്തിയാണ് തുറന്നുള്ളതായ അധ്യായങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. അല്പസമയം നമുക്ക് ദൈവസനയിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 12-ാം വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും. എന്താണ് ദൈവം ജാഗരിച്ചു കൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 9-ഉം 10-ഉം വാക്യം ശ്രദ്ധിക്കുക. യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു. ഹല്ലേലൂയ, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മെ ഒന്ന് തൊട്ടാൽ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ആ രക്തസ്രാവക്കാരിയായ ആ സഹോദരി ഹല്ലേലൂയ വിശ്വാസത്തോടുകൂടെ ഹല്ലേലൂയ സ്തോത്രം ഒരു പക്ഷെങ്കിൽ തന്റെ ശരീരത്തിലൂടെ ബ്ലഡ് ബ്ലീഡ് ചെയ്യുന്നതായ ആ സാഹചര്യത്തിലായിരിക്കാം, ഒരു സഖ്യമില്ലാതെ, അത് ഒരു സഹായവുമില്ലാതെ മറ്റുള്ളവരുടെ പരിഹാസത്തിനും നിന്നയ്ക്കും ഒക്കെ കാരണമായി തീരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പ്രിയ സഹോദരി, യേശുവിനെ ഒരു യേശുവിന്റെ വസ്ത്രത്തിന്റെ അറ്റത്തൊന്ന് തൊട്ടാൽ മതി എന്നുള്ള ചിന്തയിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹത്തോട് വിശ്വാസത്തോടുകൂടി എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്താൽ അപ്രകാരം അത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ വസ്ത്രത്തൊങ്ങിൽ ഒന്ന് തൊട്ടപ്പോൾ തന്റെ ജീവിതത്തിൽ അതേ ഉണ്ടായതായ സൗഖ്യം നാം അത് വായിക്കുന്നുവല്ലോ. ഹല്ലേലൂയ അതുപോലെ തന്നെയല്ലേ ഇവിടെയും സംഭവിക്കുന്നത്. ഹല്ലേലൂയ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു. ഹല്ലേലൂയ സ്തോത്രം. യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. യഹോവ കൈനീട്ടി നമ്മുടെ വായിലൊന്ന് തൊട്ടാൽ ഹല്ലേലൂയ സ്തോത്രം നമ്മളിലുള്ള അശുദ്ധിയെല്ലാം മാറി അതേ ദൈവത്തിന്റെ വചനം നമ്മിൽ നിറഞ്ഞു വരും. പ്രിയമുള്ളവരെ, രാത്രികാലം നമുക്ക് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വചനം കേട്ടിട്ട്
ഈ വചനം ഏറ്റെടുത്തിട്ട് ഹല്ലേലൂയ സ്തോത്രം മാറിപ്പോവാൻ ഇടയാകല്ലേ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് മഹത്വം. നോക്കുക, നിർമൂലമാക്കുവാനും 10ാമത്തെ വാക്യത്തിൽ പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഈ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ നിന്നോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. അതെ, ജാതികളുടെ മധ്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. രാജ്യങ്ങളുടെ മേൽ ഹല്ലേലൂയ പ്രവചിക്കുവാൻ, രാജ്യങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ സ്തോത്രം നമ്മെ അധികാരപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രികാലം എത്ര പേര് ഇത് ഏറ്റെടുക്കും? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഈ കർത്താവ് പറഞ്ഞതായ വാഗ്ദാനത്തിന് വേണ്ടി ജാഗരിച്ചുകൊള്ളുമെന്നാണ് അതിന്റെ 12ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്. എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും എന്നരുളി ചെയ്തു. ഹല്ലേലൂയ. എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ദൈവം ഒരു വാഗ്ദാനം തന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം അങ്ങ് മാറിപ്പോകുന്ന ദൈവമല്ല, മറഞ്ഞു പോകുന്ന ദൈവമല്ല. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ജാഗരിച്ചുകൊള്ളുന്ന ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ആജ്ഞ ഭൂമിയിലേക്ക് ഓടുന്നു, അവന്റെ വചനം അതിവേഗം സഞ്ചരിക്കുന്നു. അതെ, ഹല്ലേലൂയ സ്തോത്രം. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ഹല്ലേലൂയ. അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അത് അതിവേഗം സഞ്ചരിച്ച് അതിന്റെ ലക്ഷ്യപ്രാപ്തിയിൽ അത് എത്തിയതിനു ശേഷം മാത്രമേ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ പ്രവൃത്തി നിർത്തുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ വിവിധ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ പല വിധത്തിലുള്ള ഹല്ലേലൂയ സ്തോത്രം ദൈവിക ദൂത് നമ്മെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ചില വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ, നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ, നമ്മുടെ സൗഖ്യത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ, ഹല്ലേലൂയ ആരോഗ്യത്തിന്മേൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ചില വാഗ്ദാനങ്ങൾ, നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന ചില വാഗ്ദാനങ്ങൾ, ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം. ആ കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളെ നിവർത്തിക്കേണ്ടതിന് കർത്താവ് ജാഗരിച്ചുകൊള്ളും. ഹല്ലേലൂയ സ്തോത്രം. രാത്രികാലം നമുക്ക് ആ കർത്താവിന്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഞാൻ ആദ്യം വായിച്ച വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. ആകയാൽ നീ അരകെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്കുക. ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതിരിക്കേണ്ടതിന് നീ അവരെ കണ്ടു ഭ്രമിച്ചു പോകരുത്. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പ് തൂണും താമ്ര മതിലുകളും ആക്കിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ അവസാനത്തെ വാക്യം, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ലതാനും. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് വാഗ്ദാനം തന്ന് നൽകി അതേ നമ്മെ ഒരു ശുശ്രൂഷക്കായിട്ട് അതേ ഏൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ ആരൊക്കെ നമുക്കെതിരായിട്ട് യുദ്ധത്തിന് വന്നാലും അവരാരും ജയിക്കുകയില്ല. ഹല്ലേലൂയ. ഒരു പക്ഷെങ്കിൽ ഹല്ലേലൂയ നമുക്ക് മാനുഷികമായ ചിന്തകൾ കൊണ്ട് അവരെ എങ്ങനെ ഞാൻ നേരിടുമെന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. എന്നാൽ വചനത്തിന്റെ വാഗ്ദാനത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ സ്തോത്രം, അത് നമുക്ക് വിജയമായിരിക്കും. നമ്മുടെ അതേ ആത്മീയ ശുശ്രൂഷയിൽ അത് വിജയമായിരിക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും. ഞാനിത് ആത്മീയമായ സ്പിരിച്വലായ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഈ വിഷയം പറയുന്നത്. ഹല്ലേലൂയ. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാനും, നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ഹല്ലേലൂയ സ്തോത്രം ഈ ഒരു അധ്യായത്തിൽ തന്നെ രണ്ടിടത്ത് നാം കണ്ടു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം നമുക്ക് ആ വചനം ഏറ്റെടുക്കാം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നിന്നോട് യുദ്ധം ചെയ്യും, അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ അവർ നിന്നെ ജയിക്കയില്ലതാനും. ഇന്ന് രാത്രികാലം ആ കർത്താവിന്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ഏറ്റെടുക്കാം. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് സിഞ്ചനെയും കുടുംബത്തെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് വളരെയധികം ഒഴിവാക്കാനാകാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് രാത്രികാലം പങ്കെടുക്കുവാൻ കഴിയാതിരിക്കുന്നത്. ഞാൻ അദ്ദേഹവുമായിട്ട് വീണ്ടും സംസാരിച്ച് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി